ഇന്ന് ഞാൻ അപ്പച്ചന് പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അത് വാങ്ങി. അപ്പോൾ സാധാരണ ഞാൻ ഈ പുഡിങ്ങിൻ്റെ മിക്സ് വെച്ചൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളല്ലാതെ ബിസ്ക്കറ്റും ബ്രെഡൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്ന പോലെ തന്നെ പാല് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. അതായത് ഇങ്ങനെ കട്ട പോലെ ഇല്ലാതെ നല്ല രീതിക്ക് മിക്സ്. അപ്പം ഞാനത് കെട്ടാതെ നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ടേ. പുഡിങ് ഉണ്ടാക്കി തരട്ടെ? പുഡിങ് വേണ്ട, ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാ. വേണം. പറയൊക്കെ ചോറൊക്കെ ഉണ്ടില്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഓക്കേ. പേടിച്ചിട്ടാണ് എന്താണെന്നറിയത്തില്ല. അപ്പച്ചൻ വേണ്ടെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ മിക്സിൻ്റെ എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും ഒന്ന് നോക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇവരതിനകത്ത് പറയുന്ന പോലെ തന്നെ ഞാൻ നല്ലതായിട്ട് ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് തണുക്കാൻ വെക്കാവേ. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജ് വെച്ചിട്ട് എങ്ങനെയാവുമെന്ന് നോക്കാം. ഇതിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ തണുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇതിലങ്ങ് ഒഴിച്ച് കുറച്ച് നേരം വെളിയിൽ വെച്ച് തണുത്തിട്ടാണ് ഫ്രിഡ്ജ് വെക്കുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്നത് 2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണമെന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നാളെ രാവിലെ എടുത്തിട്ട് അപ്പച്ചന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുഡിങ് അപ്പച്ചന് കൊടുക്കാം. ഇത് ഇച്ചിരി ഫ്ലോപ്പായിട്ടുണ്ട്. ശരിയായില്ല അപ്പച്ച. കുടിച്ചു നോക്ക്, ശകലം കഴിച്ചു നോക്ക്. ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുക്കണമായത് 2 മണിക്കൂർ. ഞാൻ ഓവർ ടൈം വെച്ചതുകൊണ്ട് അത് ഇച്ചിരി കുഴപ്പമായിപ്പോയി. ഇഷ്ടപ്പെട്ടോ? ഒരു ആ പൊങ്ങുന്ന സാധനമല്ലേ? ഇഷ്ടപ്പെട്ട ഇല്ലെന്ന് പറ. ആയില്ല. മധുരക്കറല്ലേ? ഇഷ്ടപ്പെട്ടില്ല? വലിയ ഗുണമില്ല. ശരിക്കും ഇങ്ങനെയല്ല ഇത് വരണ്ട. ഇവിടെ പൊങ്ങണം. അടിക്കാൻ പോലുമില്ല. ഞാൻ സാധാരണ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തല്ല. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ഞാനതൊരു 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ സെറ്റായായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് അപ്പച്ചനൊക്കെ അപ്പം കിടന്നായിരുന്നു. രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ച്. എനിക്കൊന്ന് അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല, കഴിക്കായിരുന്നു. പിന്നെ മധുരം എനിക്ക് ആ മധുരം ഓക്കെ ആയിരുന്നു. അപ്പച്ചനൊക്കെ മധുരം കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണേലും കഴിച്ചു. നമ്മളത് ഉണ്ടാക്കിയതല്ലേ. അപ്പച്ചൻ എന്തായാലും അത് മൊത്തം കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണേലും ഇനിയിപ്പം അടുത്ത തവണ നല്ലതായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ട് അപ്പച്ചൻ അറിയാം അതെന്താ അതിൻ്റെ ടേസ്റ്റിനും മീൻസ് അതെങ്ങനെയായിരിക്കുന്നെന്ന് അറിയാം. അയ്യോ, എന്താണേലും കുഴപ്പമില്ല. അടുത്തേലും നമുക്ക് ശരിയാക്കാമെന്ന് അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.